എൻ്റെ പേര് ജോമിച്ചൻ ജോസഫ് എന്നാണ് മാമോദിസ പേര്. വീട്ടുപേര് പെരുമാലിൽ. ഞങ്ങളുടെ തറവാട് കോട്ടയം മാന്നാനമാണ്. അവിടെ നിന്ന് എൻ്റെ അപ്പച്ചൻ ഇവിടെ തൊടുപുഴയ്ക്കടുത്ത് കോടുക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ച് ഞങ്ങളിവിടെയാണിപ്പോൾ. എൻ്റെ ഇടവകയാണ്, കോടുക്കുളമാണ്. ഞാനിവിടെ ഞങ്ങൾ കാർഷിക കുടുംബമാണ്. കൃഷിയാണ് ഞങ്ങളുടെ പ്രധാന മാർഗം. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് തന്നെ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവ്, ആ ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് കൃത്യം 8 മണിക്ക് തന്നെ ജപമാല പ്രാർത്ഥന ആരംഭിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ അതിനകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കാർഷിക കുടുംബമായതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഒത്തിരി പണിക്കാരൊക്കെ ഉണ്ട്. അവർ പണിക്കൊക്കെ പോയി 8 മണിക്ക് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ പലപ്പോഴും ജപമാല തുടങ്ങിക്കഴിയുമ്പോൾ അവർ ഉറങ്ങിപ്പോകുന്നൊരു ശീലം അവർക്കുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് നന്നായിട്ട് ജപമാല ചെല്ലണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും അത് സാധിക്കാതെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. എന്നോടൊപ്പം തന്നെ ശക്തമായിട്ട് ജപമാല ചെല്ലാൻ പറ്റുന്ന ഒരു ജീവിത പങ്കാളി എനിക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എൻ്റെ വിവാഹപ്രായം അടുത്ത് കഴിഞ്ഞപ്പോൾ അവരും പല പെൺകുട്ടികളെയും ഞാൻ പോയി കണ്ടു. പക്ഷേ ഒന്നിനെയും എനിക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനിപ്പോഴും ഓർക്കുന്നു, ഏതാണ്ട് 12 പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഇനി ഞാൻ ഉടനെ ഒന്നും വിവാഹത്തിലേക്ക് പോകുന്നില്ല, കുറച്ച് ഇടവേള എടുക്കുകയാണെന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. അപ്പോൾ അങ്ങനെ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ ഞാൻ സ്വപ്നത്തിലൊരു ദർശനം പോലെ ഞാൻ കാണുകയാണ്. നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പേര് 2 അക്ഷരമാണെന്നും അവൾക്ക് നിൻ്റെ ഒപ്പം വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെന്നും ഒരു 2 അടയാളം അമ്മ എനിക്ക് കാണിച്ചു തന്നു. അപ്പം ഞാൻ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയോട് ഞാനിത് പങ്കുവച്ചു. പക്ഷേ വിവാഹത്തിനൊരു ഇടവേള ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു ബ്രോക്കർ അന്നത്തെ കാലത്ത് ഞാൻ വിവാഹം കഴിക്കുന്ന കാലങ്ങളിൽ ബ്രോക്കർമാരാണ് വിവാഹം ആലോചനയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ കയറി വന്നപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, അദ്ദേഹത്തെ പറഞ്ഞു വിട്ടേരെ, ഞാൻ ഉടനെ ഒന്നും വിവാഹത്തിനില്ല എന്നൊരു തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അപ്പച്ചനോട് പറഞ്ഞ വാക്കുകൾ, ആ പെൺകുട്ടി MAക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ പേര് മിനി എന്നാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇത് ഞാൻ വരയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആ സ്വപ്നത്തെക്കുറിച്ചുള്ള ഓർമ്മ വന്നു. മിനി എന്ന 2 അക്ഷരവും ഞാൻ അന്ന് MA വരെ പഠിച്ചതാണ്, MAക്ക് പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാണല്ലോ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു, നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പോയി ആ പെൺകുട്ടിയെ പോയി കണ്ടു. ദൈവം ഒരുക്കിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ആ കുട്ടി അവിടെ കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ആ വേദപാഠം പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്ന ആ കുട്ടിയെയാണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ കുടുംബം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് തന്നെ നല്ലൊരു കത്തോലിക്ക കുടുംബമാണ്. ഒത്തിരിയേറെ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളൊരു കുടുംബമാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലായിട്ട് ഞാൻ അത് കാണുകയാണ്. അപ്പോൾ അമ്മയാണ് എനിക്കിത് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് കണ്ടുവന്ന പെൺകുട്ടികളെല്ലാം വേണ്ട എന്ന് വയ്ക്കാനും അമ്മ എനിക്ക് കൃത്യമായിട്ട് വഴി കാണിച്ചു തന്ന് ഈ ഒരു പെൺകുട്ടിയെ എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി നിർത്തി, എൻ്റെ ജീവിത പങ്കാളിയായിട്ട് വചനം പറയുന്നത് പോലെ നിനക്ക് ചേർന്ന ഇണയെ ഞാൻ തരും എന്ന് കർത്താവിൻ്റെ വചനം അവിടെ പൂർത്തിയാകുകയായിരുന്നു. അപ്പോൾ ജപമാലയ്ക്കുള്ള ശക്തി എത്രമാത്രമാണെന്ന് ഞാൻ ആദ്യമായിട്ട് അനുഭവിച്ചറിഞ്ഞത് ഈ ഒരു സംഭവത്തിലൂടെയാണ്. ഞങ്ങളെ വീട്ടിൽ ജപമാല ശക്തമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ചില അസ്വസ്ഥതകൾ കുടുംബത്തിൽ ഉടലെടുക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഒത്തിരി നിരാശ തോന്നി. എന്തേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടും കുടുംബത്തിൽ സമാധാനം വരുന്നില്ല. എന്നിട്ടും എൻ്റെ ഭാര്യയാണെങ്കിൽ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. നമുക്ക് മടുപ്പ് തോന്നാൻ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
എന്നിട്ടും സമാധാനമായ ഒരു അന്തരീക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ധ്യാനത്തിന് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ടായി. ഞാൻ വികാരിയച്ഛനെ ചെന്ന് കണ്ട് അച്ഛനോട് ആഗ്രഹം പറഞ്ഞു. എനിക്ക് കരിസ്മാറ്റിക് ധ്യാനങ്ങളോട് വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല. ഒച്ചയെ സ്തുതിക്കാനും അതിനൊന്നും എനിക്ക് താല്പര്യമുള്ള വ്യക്തിയായിരുന്നില്ല. എങ്കിലും അച്ഛനോട് പറഞ്ഞു എനിക്ക് ശാന്തമായൊരു ധ്യാനം കൂടണം, അച്ഛൻ എനിക്കൊരു ധ്യാനം എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ ഭരണങ്ങാനം അസിസ്തി ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങളവിടെ ധ്യാനത്തിന് ചെന്നു. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് സന്ദേശം ഞങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് വരാൻ പോകുന്ന സഹനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി ഒത്തിരി സഹനങ്ങളോടെ നിങ്ങൾ കടന്നു പോകും. അത് ജപമാല ചൊല്ലി ശക്തമായിട്ട് അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അവസാനം നിങ്ങൾ ഞങ്ങളുടെ വഴിയിലേക്ക് തന്നെ വരുമെന്നൊരു സന്ദേശമാണ് ഞങ്ങൾക്ക് അതിലൂടെ കിട്ടിയത്. പക്ഷേ ഒരു ബൈബിൾ വചനം പോലും അറിയത്തില്ല. പ്രാർത്ഥനയോട് കൂടുതൽ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യരായിട്ട് മാറണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. സമാധാനമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ, ഒരു സന്തോഷം ഒരു ജീവിതം നയിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അന്നേരം രണ്ടാമത്തെ കുട്ടി പ്രഗ്നൻ്റായി. ഉടൻ തന്നെ അവൾ മുതലക്കുണ ഹോസ്പിറ്റലിലാണ് കുട്ടി ജനിക്കുന്നത്. കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ ബ്ലഡ് കൗണ്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. ബ്ലഡ് കൗണ്ട് കുറഞ്ഞ് ബ്രെയിനിൽ ബ്ലഡ് കോട്ടിംഗ് ആയി. മുതലക്കുടത്തു നിന്ന് നേരെ എറണാകുളം PVS ഹോസ്പിറ്റലിലേക്കാണ് കുട്ടിയെ ഷിഫ്റ്റ് ചെയ്യുന്നത്. PVS ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്കന്ന് കൂടുതൽ ഹോസ്പിറ്റൽ ജീവിതമൊന്നും എനിക്കത് പരിചയമില്ല. അധികം ആശുപത്രിയിൽ പോകുന്ന പതിവും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ PVS ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ ചിലവ് കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ അത്യാവശ്യം ഒരു 10, 20, 25,000 രൂപ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും, ഭംഗിയായിട്ട് തീർന്നോളൂ എന്ന് വിചാരിച്ചാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. PVS ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ അവർ കൊച്ചിനെ വെൻറ്റിലേറ്ററിലേക്ക് കയറ്റി, ICUവിൽ നിന്ന് വെൻറ്റിലേറ്ററിലേക്ക് കയറ്റി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം അവർ അഡ്വാൻസ് പേയ്മെൻ്റായിട്ട് 5,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ 5,000 രൂപ അടച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു കുറച്ച് പൈസയും കൊണ്ട് ഉണ്ടെങ്കിൽ തീരുമായിരിക്കും, വീട്ടിൽ തിരിച്ചു പോകാമായിരിക്കും എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം അവർ 10,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ 10,000 രൂപ അടച്ചു. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും 5,000 അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ തീർന്ന് കയ്യിലെ കാശ് മുഴുവൻ തീർന്നു. അപ്പോൾ കൊച്ചിനെ എന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒത്തിരി നിരാശയിലേക്ക് ഞാൻ കടന്നുപോയി. കർത്താവെ, എന്തിനാണ് എന്നെ ഇങ്ങനെ കഠിനമായിട്ട് പരീക്ഷിക്കുന്നത്? കൊച്ചിനെ ഹോസ്പിറ്റലിൽ നോക്കാനും പറ്റുന്നില്ല, കൊച്ചിനെ ഇട്ടേച്ച് വീട്ടിലേക്ക് പോകാനും പറ്റുന്നില്ല, പൈസ കയ്യിലൊട്ടില്ല താനും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ശക്തമായിട്ട് ജപമാല ചൊല്ലണമെന്നുള്ള ആഗ്രഹം മനസ്സിലേക്ക് കയറി വന്നു. ഞാൻ മുറിയിലേക്ക് കയറി വാതിലടച്ച്, ഹോസ്പിറ്റലിൽ മുറിയിൽ കയറി വാതിലടച്ച് ഞാൻ മുട്ടുമേ നിന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ ഒരു സമ്പൂർണ്ണ ജപമാല ഞാൻ എങ്ങനെ ചെല്ലിയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആ മുട്ടുമേ നിന്ന് തന്നെ ആ ജപമാല ചൊല്ലി തീർത്തു. പിന്നെ അത്ഭുതം എന്ന് പറയട്ടെ, 30 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും എനിക്ക് പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. തിരിച്ച് കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിവിടെ നിന്ന് കൊണ്ടുപോയതിനേക്കാൾ മെച്ചം പൈസ എൻ്റെ കയ്യിൽ വന്നു ചേർന്നു. പരിശുദ്ധ അമ്മ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള വലിയൊരു അടയാളമായിരുന്നു അത്. എന്നെ അത് കൂടുതൽ തീഷ്ണതയോടെ അമ്മയോട് ജപമാല ചൊല്ലാനുള്ള ഒരു തീഷ്ണതയാണ് എനിക്ക് അവിടെ ഉണ്ടായത്. ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ കുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇനി കുട്ടിയെ നോക്കി നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് സുഖപ്പെട്ട് ആരോഗ്യത്തോടു കൂടി വന്നോളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 2-3 മാസം കഴിഞ്ഞപ്പോൾ കുട്ടി നേരെ നോക്കുന്നില്ല, കൊച്ചിന് സാധാരണ രീതിയിലുള്ള മൂവ്മെൻ്റ് ഒന്നും വരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മുതലക്കുണ ഹോസ്പിറ്റലിൽ കൊച്ചിനെയും കൊണ്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരെ അമൃത ഹോസ്പിറ്റലിലേക്കാണ് എന്നെ പറഞ്ഞു വിട്ടത്. അമൃത ഹോസ്പിറ്റലിൽ ഡോക്ടർ ന്യൂറോ ഫിസിയോതെറാപ്പി എന്നൊരു ട്രീറ്റ്മെൻറ്റാണ് കൊച്ചിൻ്റെ ബ്രെയിനിന് വളർച്ച കിട്ടാനായിട്ട്. അപ്പോൾ ഡോക്ടർ ഏതാണ്ട് 2-3 മാസക്കാലത്തോളം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ അവിടെ നിന്നും ഡോക്ടർ പറഞ്ഞു ഇനി ശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ല, ഇനി ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ധ്യാനത്തിന് പോകുക കൊച്ചിനെയും കൊണ്ട്. ഒരു ദൈവത്തിന് മാത്രമേ ഇനി കൊച്ചിനെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഒത്തിരി നിരാശയിലേക്കാണ് ഞങ്ങൾ കടന്നു വരുന്നത്. എന്തിനാണ് കർത്താവെ ഞങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ്? ഈ ഒരു ചിന്ത ഞങ്ങളെ പലപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും പലരുടെയും നിർദ്ദേശമനുസരിച്ച് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പലരും ഞങ്ങളെ പോകാൻ പറഞ്ഞു. അവിടെ അത്ഭുത രോഗശാന്തികൾ നടക്കുന്നുണ്ട്, നിങ്ങളുടെ കൊച്ചിൻ തളർന്നു കിടക്കുന്നവരൊക്കെ എഴുന്നേറ്റ് പോരുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. പക്ഷേ എനിക്ക് ആ കരിസ്മാറ്റിക് ധ്യാനങ്ങളോട് ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും എൻ്റെ കൊച്ചിൻ്റെ സൗഖ്യം അതെങ്ങനെയും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോവുകയാണ്.
ഞങ്ങൾ അവിടെ ചെന്ന് ധ്യാനം കൂടി. ആദ്യത്തെ ധ്യാനം കൂടിയിട്ട് പ്രത്യേക അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു കൃപ മാത്രം കർത്താവ് തന്നു. കൊച്ചിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ തന്നു. ഞങ്ങൾക്ക് പരാതിയില്ല. കർത്താവ് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഇത് നടക്കട്ടെ. ഞങ്ങൾ സന്തോഷത്തോടെ ഒരു പരാതിയുമില്ലാതെ കൊച്ചിനെ നോക്കി. വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ധ്യാനത്തിന് പോകണമെന്നുള്ള ആഗ്രഹം തോന്നി. ഞങ്ങൾ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ധ്യാനത്തിനായിട്ട് കൊച്ചിനെ കൊണ്ട് ചെന്നു. അവിടെ ആൻ്റണി പയ്യമ്പള്ളി അച്ഛൻ്റെ ആന്തരിക സൗഖ്യ ധ്യാനമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ധ്യാന ഹാളിൽ ഇരിക്കാനൊന്നും സാധിക്കില്ല. കാരണം കൊച്ച് എപ്പോഴും കരച്ചിലാണ്. വീട്ടിലുണ്ടെങ്കിലും പുറത്ത് പോയാലും എപ്പോഴും കരച്ചിലാണ്. ഹാളിലിരുന്ന് ശാന്തമായിട്ട് ധ്യാനം കൂടാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ പുറത്തോടെ മാറി മാറി കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കും. അപ്പം അച്ഛനെ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അച്ഛനും എന്നോട് ചോദിച്ചു, കൊച്ചു കർത്താവ് സൗഖ്യം തരും, നിങ്ങൾ ശക്തമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ മതി, അമ്മ നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരും എന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ തീക്ഷ്ണമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു തീക്ഷ്ണത ഞങ്ങൾക്കുണ്ടായത്. അവസാനത്തെ ദിവസം ഞങ്ങൾ കൗൺസിലിങ്ങിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു. കൗൺസിലിങ്ങിന് ഏതാണ്ട് ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു, ഏതാണ്ട് 2 മണിക്കൂർ എടുത്തു ഞങ്ങളുടെ കൗൺസിലിങ്ങിന്. അത് ഒരു മാർട്ടിൻ മൈക്കിൾ എന്ന് പറയുന്ന ഒരു സഹോദരനായിരുന്നു. ആ സഹോദരൻ കൗൺസിലിംഗ് നടത്തി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു 2 കാര്യങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് ജോലി തരാതെ, നിങ്ങൾക്ക് മറ്റൊരു ഉദ്യോഗമൊന്നും തരാതെ നിങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്ന കർത്താവ് തന്നെയാണ്. നിങ്ങൾ മുട്ടിയ വാതിലുകൾ, ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ച വാതിലുകളെല്ലാം കർത്താവാണ് അടച്ചത്. നിങ്ങളെ കൊണ്ട് കർത്താവിനൊരു പദ്ധതിയുണ്ട്. എനിക്കൊന്നും അത് മനസ്സിലാകുമായിരുന്നില്ല. കാരണം ഞാൻ ധ്യാനത്തിന് പോകുന്നത് കൊച്ചിൻ്റെ സൗഖ്യം കിട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അപ്പം അദ്ദേഹം എന്നിട്ട് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾക്കൊരു ഭവനം കർത്താവ് തരുന്നതായിട്ട് ഞാൻ കാണുന്നു. കാരണം അന്നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരിക്കലും ഇത് അസാധ്യമാണ്, എനിക്ക് സാധ്യമല്ലത്. കാരണം ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലുകളോടെ കയറി ചികിത്സയുമായിട്ട് നടക്കുന്ന എൻ്റെ കയ്യിലൊരു ഭവനം പണിയാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല. എന്നെ കൊണ്ട് സാധ്യമല്ലത്. എനിക്ക് ഓൾറെഡി ഒരു ഭവനം ഉണ്ട്. എനിക്ക് വേറൊരു വീട് പണിയതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അദ്ദേഹം പറഞ്ഞു, കർത്താവ് ഇത് ആഗ്രഹിക്കുന്നു, കർത്താവ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ വിശുദ്ധ ബലിയിൽ നിങ്ങൾ ആ വീട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഏതാണ്ട് അധികം നാൾ കഴിഞ്ഞില്ല, വീട്ടിൽ പ്രശ്നങ്ങൾ കൂടി, ബുദ്ധിമുട്ടുകൾ കൂടി ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വന്നു ചേർന്നു. അപ്പോൾ എനിക്കൊരു ഭവനം പണിയാതിരിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു. ഞാൻ ഉടനെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഏഴുമുട്ടം താപോർ ധ്യാന കേന്ദ്രമുണ്ട്. ഞാൻ അച്ഛൻ്റെ അടുത്ത്, അവിടെ അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ അച്ഛൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ എനിക്കൊരു വീട് പണിയണം. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല. അച്ഛൻ എന്നോട് പറഞ്ഞു, മുട്ടുകുത്ത് നിൽക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി നിന്നു. അച്ഛൻ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാലാഖമാർ പണിതോളും, പരിശുദ്ധ അമ്മ കൂടെയുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി, മാലാഖമാർ ഭവനം പണിതോളും എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയോട് അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തമാശ രൂപേണ പറഞ്ഞു, മാലാഖമാർ വീട് പണിയും, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങളത് ഒരു ഗൗരവമായിട്ട് എടുത്തില്ല. പക്ഷേ ഞങ്ങൾ വീട് പണിയാൻ ആരംഭിച്ചു. എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപ, 15,000 രൂപ ഉണ്ടായിരുന്നു. കൊച്ചേത് സമയവും മരിക്കാവുന്ന ഒരവസ്ഥയിലായിരുന്നു കൊച്ച്. എപ്പം മരിച്ചാലും സംസ്കാരത്തിന് കരുതി വെച്ചിരിക്കുന്ന പണമായിരുന്നു. ആ പണത്തിൽ നിന്ന് ഒരു 1000 രൂപ ഞാൻ അച്ഛന് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ പണം കൊണ്ട് ഒരു JCB വിളിച്ച് മണ്ണം തൈറ്റ് ഒരുക്കി. അത്ഭുതമെന്ന് പറയട്ടെ, 25 ദിവസം കൊണ്ട് ആ ഭവനം അതിൻ്റെ വാർക്ക മുഴുവൻ പൂർത്തിയായി. 3 മാസം കൊണ്ട് ഞങ്ങൾ ആ ഭവനത്തിൽ കയറി താമസിക്കാനും സാധിച്ചു. അവിടെയാണ് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം. ഞങ്ങൾ ആ വീട് പണിയുന്ന സമയം മുഴുവൻ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ ഇടവപ്പള്ളിക്ക് ഒരു കപ്പേളയുണ്ട്. കപ്പേളയിൽ പോയി അവിടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ആ വീടിൻ്റെ പണിയുന്ന ഭവനത്തിന് ചുറ്റും നടന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു അനുഭവമാണ് എനിക്ക് ശരിക്കും അമ്മ എൻ്റെ കൂടെയുണ്ട്, ഒന്നിനെക്കുറിച്ച് ഭയപ്പെടേണ്ട എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഈ കൊച്ചൊരു അനുഗ്രഹമാണെന്നുള്ളൊരു ബോധ്യം ഇതിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ എനിക്ക് സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു ഭാരവും ഇല്ലാതെ ആ കൊച്ചിനെ മടിയിലിരുത്തി ഞങ്ങൾക്ക് നോക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ കൊച്ച് ഞങ്ങൾ പുതിയ വീട്ടിൽ ഞങ്ങൾ താമസിച്ച നിമിഷം മുതൽ കൊച്ച് കരയുന്ന കൊച്ച് ചിരിക്കാൻ തുടങ്ങി. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഏറ്റവും കൂടുതൽ കൊച്ചിന് സന്തോഷം വരുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു. കൊച്ചിനെ മടിയിലിരുത്തി ഞങ്ങൾ ഉറക്ക ജപമാല ചെല്ലും. അപ്പോൾ കൊച്ച് കൂട്ടത്തിൽ ഒച്ച വയ്ക്കും, കൊച്ചിന് കണ്ണ് കാണത്തില്ല, കൈകാലുകൾ ചലിപ്പിക്കും, പക്ഷെ നേരിട്ട് നടക്കാനോ ഒന്നും സാധിക്കത്തില്ല, സംസാരിക്കത്തില്ല. കൊച്ചിനാകെ മൊത്തം കേൾക്കാൻ മാത്രം സാധിക്കും. അപ്പോൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ ഇവന് ഒത്തിരി സന്തോഷമാണ്.
കൂടുതലും ഞങ്ങൾ പാട്ട് പാടി നന്മ നിറഞ്ഞവളെ മേരി നിൻ നാമം എന്ന പാട്ട് പാടുമ്പോഴത്തേനും ഇവൻ സന്തോഷം കൊണ്ട് ഇവൻ കൈകാലുകളിട്ട് അടിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോൾ കൊച്ചിനെ കൈ പിടിച്ചാലും ഞങ്ങൾ ജപമാല ചെല്ലും. അത് ഞങ്ങളുടെ ഒരു ജീവിത ശൈലിയായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ജപമാലയോട് ചേർന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ജപമാല കയ്യിൽ നിന്ന് താഴെ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. ഞങ്ങൾക്ക് മാതാവിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഈ വീട് പണിയാനായിട്ട് ഞാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി നിരാശ എനിക്കുണ്ടായിരുന്നു. എങ്ങനെ പണിയും, എങ്ങനെ ഈ വീടും പൂർത്തിയാക്കും എന്നുള്ള ഒത്തിരി നിരാശയുണ്ടായിരുന്നു. കാരണം പണം കയ്യിലില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇത് എങ്ങനെ സാധിക്കും, എന്തിനാണ് ഇങ്ങനെ കർത്താവ് ഞങ്ങളെ പരീക്ഷിക്കുന്നത്, ഇത്രമാത്രം എന്ത് പാപമാണ് ഞങ്ങൾ ചെയ്തത്, ഒരു 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 നിമിഷമൊക്കെ ഞങ്ങൾക്ക് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ഞങ്ങൾക്ക് ചിന്തിച്ചപ്പോയ നിമിഷങ്ങളുണ്ട്. എന്തിനാണ് ഇങ്ങനെ കൊച്ചു സുഖപ്പെടുത്തില്ല, ഈ ജീവിതം മുഴുവൻ ദുരിതമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ കടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സ്വപ്നം പോലെ എനിക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ സ്വപ്നത്തിൽ എന്നെ മാതാവ് കാണിച്ചു തരുന്നൊരു ചിത്രം ഇതാണ്. നീ ആ ഭവനം പണിയുമ്പോൾ ഭവനത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു 2 അടി വലിപ്പമുള്ള ഒരു രൂപം മാതാവിനെ കാണിച്ചു തന്നു. ആ രൂപം പ്രതിഷ്ഠിക്കണം. ആ രൂപത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് പാമ്പിൻ്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു മാതാവിൻ്റെ രൂപമാണ്. എനിക്ക് രൂപത്തെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ രൂപത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ പിതാവ് പറഞ്ഞു, അത് ഞാൻ വാങ്ങിച്ചു തന്നോളാം, അതിനെക്കുറിച്ച് നീ അകലപ്പെടണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പാലായി പോയി ആ രൂപം വാങ്ങിച്ചുകൊണ്ട് വച്ചു. ആ രൂപം ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ എല്ലാ നിമിഷവും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും വീട്ടിൽ നിന്ന് കയറി വന്നാലും മാതാവിനോട് പറഞ്ഞിട്ടേ നന്ദി പറഞ്ഞിട്ടേ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു കയറാറുള്ളൂ. എവിടെ പോയാലും മാതാവിനോട് പറഞ്ഞിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. കുരിശ് വരച്ച് ആനാമ്പളം കുരിശ് വരച്ചിട്ടേ ഞങ്ങൾ ഇറങ്ങി പോകാറുള്ളൂ. അപ്പോൾ ഈ മാതാവിൻ്റെ ശക്തമായ സംരക്ഷണം ഞങ്ങൾ അനുഭവിച്ചറിയായിരുന്നു. അവസാന നാളുകളായപ്പോഴേക്കും കൊച്ചിന് തീരെ വയ്യാണ്ടായി. അപ്പോൾ പല പ്രാവശ്യവും വെന്റിലേറ്ററിലും ഒക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് നടന്നു. ഞങ്ങൾ കൊച്ചു മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. കാരണം കൊച്ചു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. കൊച്ചില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങളെത്തി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വളരെ അപകടകരമായ അവസ്ഥയിലാണ്, ഏത് സമയവും മരിക്കാം. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് ഒരിക്കലും ഒരു ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ കൗൺസിലിംഗ് കൊച്ചിനെ ഈശോ നിങ്ങൾ വിട്ടുകൊടുക്കാൻ പറയുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടല്ല എൻ്റെ കൊച്ചിനെ എനിക്ക് കർത്താവ് തന്നത്, ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും ഈശോ കൊണ്ടുപോകത്തില്ല. അപ്പോൾ അവളെപ്പോഴും ഞാൻ നോക്കിക്കോളാം, ഞാൻ മരിക്കുന്നോടം വരെ, എൻ്റെ മരണം വരെ, എനിക്ക് അവസാനം വരെ ഞാൻ നോക്കിക്കോളാം, കൊച്ചിനെ ഞാൻ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൊച്ചിന് പെട്ടെന്ന് വിഷമം കൂടി. ഒരു 10 മണിയായപ്പം മുതലക്കുട ഹോസ്പിറ്റലിൽ ഞങ്ങൾ രാത്രി കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ കൊച്ചിനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളുക, കൊച്ചിന് ശരീരം മാത്രമല്ല ഉള്ളത്, ഒരു മനസ്സുകൂടിയുണ്ട്, നിങ്ങളുടെ മടിയിൽ കൊച്ചിരിക്കട്ടെ, ഓക്സിജൻ്റെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ ഒരു 11-12 മണിയായപ്പോഴും തിരിച്ച് വീട്ടിൽ വന്നു. അമ്മയുടെ മുമ്പിലിരുന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് കൊച്ചിനെ രാത്രി കൊണ്ട് കിടത്തി. നേരം വെളുക്കാറായപ്പോഴത്തേനും കൊച്ചിന് ശാന്തമായിട്ട് കൊച്ചിന് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊച്ചെത്തി. ഞങ്ങൾ കൊച്ചിനെ ഉടനെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് നടുവിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന മാതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾ ശാന്തമായിട്ട് വന്നിരുന്നു. ജപമാല ചെല്ലാൻ പോലും ഞങ്ങൾക്ക് പറ്റുമായിരുന്നില്ല. ഞങ്ങൾ ശാന്തമായിട്ട് വന്നിരുന്നു. കൊച്ചു പതുക്കെ ശരീരം തണുത്തു തുടങ്ങി. അപ്പം മരിച്ചു എന്ന് ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ ഉള്ളിൽ ബോധ്യമുണ്ട്. എങ്കിലും ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള 2 നേഴ്സുമാർ പിള്ളേരുണ്ടായിരുന്നു. അവരെ വിളിച്ച് ഞങ്ങൾ കൊച്ചിനെ കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഉടനെ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോന്നു. ഹോസ്പിറ്റലിൽ വന്നതേ ഡോക്ടർ പറഞ്ഞു, കൊച്ച് മരിച്ചു, നേരത്തെ തന്നെ മരിച്ചിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, അമ്മയുടെ മുമ്പിലിരുന്ന് ഞങ്ങൾ ജപമാല ചെല്ലാൻ പറ്റാതെ ഞങ്ങൾ വേദനയോടെ ഇരിക്കുമ്പോൾ കൊച്ചിനെ ആ സമയം ഞങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് തന്നെ എടുക്കപ്പെട്ടു എന്ന്. അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് കൊച്ചിൻ്റെ ജീവൻ പോകുന്നത്. അപ്പോൾ അതും വലിയ ഞങ്ങൾക്ക് സന്തോഷമായി. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം തന്നിട്ടുള്ളൊരു കാര്യം,
ഈ കൊച്ചിനെ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ എന്ന അമ്മയോടും ഈശോയോടും മാറി മാറി ഞങ്ങൾ പറഞ്ഞിട്ടും എന്തിനാണ് കൊച്ചിനെ എടുത്തത് എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു പരാതിയില്ല എന്ന്. എന്നിട്ടും എന്തിനാണ് അപ്പം ഞങ്ങൾക്ക് ആ കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല, രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, എത്രയും പെട്ടെന്നൊരു ധ്യാനം കൂടണം. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഭരണങ്ങാന അസിസി ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ധ്യാനത്തിലൊന്നും പങ്കെടുക്കാനൊന്നും പറ്റുന്നില്ല. കാരണം ചിന്ത മുഴുവൻ ഈ ഒരു വല്ലാത്ത വിഷമത്തിലാണ്. അപ്പോൾ അവർക്ക് അവസാനം ഒരു കൗൺസിലിങ്ങിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടു. കൗൺസിലിങ്ങിന് ഞങ്ങളോട് പറഞ്ഞു, ഈ കൊച്ചിനെ ഈശോ ബലമായിട്ട് തന്നെ കൊണ്ടുപോയതാണ്, നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുകയില്ല, അതുകൊണ്ട് ബലമായിട്ട് കൊണ്ടുപോയതാണ്. കാരണം ഇനി നിങ്ങൾക്ക് കൊച്ചിനെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഭൂമിയിൽ വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് ഈ സംഭവിക്കുക എന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്ത് സാഹചര്യമാണ്, ഞങ്ങൾ ഏത് സാഹചര്യത്തിലും ഞങ്ങൾ നോക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഉടനെ താമസിയാതെ തന്നെ കോവിഡ് പെട്ടെന്ന് പടർന്നു പിടിച്ചു. ഹോസ്പിറ്റലുകളെല്ലാം അടച്ചുപൂട്ടി, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പം കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമായി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഈ കൊച്ചു ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൊച്ചിനെ നോക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, മാസ്ക് വെക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് അമ്മ ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് വന്നു. ഞങ്ങളുടെ ഭാരമെല്ലാം മാറി. അന്നു മുതൽ അമ്മയോട് നന്ദി പറഞ്ഞ് ഞങ്ങൾക്ക് ജപമാല ചെല്ലാൻ തുടങ്ങി. ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരമ്മ ഞങ്ങൾക്കുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഞങ്ങൾ ഒത്തിരി സന്തോഷം. ഇപ്പോൾ ഞങ്ങൾ അമ്മയോട് സംസാരിക്കുന്നത് സ്വന്തം അമ്മയെ പോലെയാണ്. സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ്. ചില സങ്കടങ്ങൾ പറയുന്ന അമ്മയോട് സങ്കടം പറയും, പരാതി പറയും, ചിലപ്പോൾ സന്തോഷം വന്നാൽ സന്തോഷം പറയും. എല്ലാം ഒരു സ്വന്തം അമ്മയെപ്പോലെ അമ്മയോട് ഞങ്ങൾ സംസാരിക്കാനും പെരുമാറാനും തുടങ്ങി. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മൂന്ന് വാഹന അപകടങ്ങളിൽ നിന്ന് മാതാവ് അത്ഭുതകരമായി ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അനുഭവമുണ്ട്. ഞങ്ങൾ എന്ന് ഭവനത്തിൽ നിന്ന് ഇറങ്ങിയാലും മാതാവിൻ്റെ മുമ്പിൽ നിന്ന് യാത്ര പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടേ ഞങ്ങൾ ഇറങ്ങാറുള്ളൂ. വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഉടൻ ആദ്യം തന്നെ ജപമാല ചൊല്ലിക്കൊണ്ടേ ഞങ്ങൾ തുടങ്ങാറുള്ളൂ. ജപമാല ചൊല്ലിയ ശേഷം മാത്രമാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ഒരിക്കൽ ഞാൻ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു വാഹനം സൈഡിൽ നിന്ന് കയറി വന്നു. ഞാൻ കണ്ടില്ല. പെട്ടെന്ന് വണ്ടി വെട്ടിച്ച് മറ്റൊരു സൈഡിൽ പോയി ഇടിച്ച് ബാക്കിലിരുന്ന കുഞ്ഞും അമ്മയും കൂടെ റോട്ടിലേക്ക് തെറിച്ച് വീണു. പക്ഷേ അവർക്ക് യാതൊരു പോറലും ഉണ്ടായില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അത്ഭുതകരമായിട്ട് അവിടുന്ന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രാവശ്യം ഞാൻ വാഹനം ഓടിച്ചു വരുമ്പോൾ അങ്ങ് മുകളിൽ നിന്നൊരു പ്ലാവിൽ നിന്നൊരു പഴുത്ത ചക്ക കാറിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് വീണു. ഞാൻ ഇരുന്ന ഡോറിൻ്റെ എതിർ സൈഡിലത്തെ സീറ്റിൻ്റെ മുകളിലാണ് അത് വീണത്. ആ ബോഡി താഴോട്ട് ശക്തമായിട്ട് താന്നുപോയി. അപ്പോൾ അത് ഞാനിരുന്ന തലയുടെ മുകളിലാണ് വീണതെങ്കിൽ അവിടെ എനിക്ക് പരിക്ക് പറ്റുമായിരുന്നു, എനിക്ക് അപകടം സംഭവിക്കുമായിരുന്നു. പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല. വണ്ടിക്ക് കുറച്ച് പണി വന്നു എന്ന് മാത്രമേ സംഭവിച്ചുള്ളൂ. അങ്ങനെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് തന്നെ ഞാൻ രക്ഷപ്പെട്ടു. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ മകൻ ഒരു ദിവസം മൂവാറ്റുപുഴയ്ക്ക് വാഹനം കൊണ്ട് പോയ സമയത്ത് ഹൈവേയിൽ ഒരു വാഹനം എതിരെ നിന്ന് അവൻ ഉറങ്ങിപ്പോയതാണെന്നും തോന്നുന്നു. ഇറങ്ങി നേരെ വന്നു. അവൻ പെട്ടെന്ന് വണ്ടി വെട്ടിച്ചു. അവൻ്റെ ബാക്കിൽ വന്ന് ആ വണ്ടി ഇടിച്ച് ആ വണ്ടി തെറിപ്പിച്ച് ഒരു ട്രാൻസ്ഫോമറിൽ ചെന്ന് വണ്ടി ഇടിച്ച് നിന്നു. ഇവൻ്റെ വണ്ടിയുടെ പുറകിൽ വന്ന ഒരു ഓട്ടോക്കാരനിട്ട് കയറി ആ വണ്ടി ഇടിച്ചു. ആ ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന 3 പേർക്കും കാലിന് ഫ്രാക്ചറും എല്ലാം ഒടുചതവുകളൊക്കെ സംഭവിച്ച് അവർ ഹോസ്പിറ്റലിലായി. ആ ഓട്ടോയുടെ പുറകിൽ വന്നിരുന്ന മറ്റൊരു ബൈക്കിൽ വന്നയാൾ ഓട്ടോയ്ക്കിട്ട് ഇടിച്ച് റോട്ടിൽ തെറിച്ച് വീണു. അങ്ങനെ ആ വ്യക്തിയും റോട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലായി. പക്ഷേ എൻ്റെ മകന് യാതൊരു പോറലും സംഭവിക്കാതെ അമ്മ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി. അത് വലിയൊരു അനുഭവമാണ്. കാരണം അമ്മയോട് പറയാതെ, അമ്മയോട് പ്രാർത്ഥിക്കാതെ എങ്ങോട്ടിറങ്ങിയാലും ഞങ്ങളൊന്നും പോകാറില്ല. അമ്മയോട് പറഞ്ഞിട്ടേ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. വണ്ടിയിൽ കയറിയാൽ ഉടൻ ജപമാല ചൊല്ലിയിട്ടേ മറ്റ് സംസാരങ്ങൾ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ആ ഒരു ശക്തമായ സംരക്ഷണം എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്നു. പല ധ്യാനങ്ങൾ കൂടിക്കഴിഞ്ഞപ്പോൾ
എൻ്റെ ഉള്ളിലുണ്ടായ ഒരു സംശയമാണ് ഈ സന്ദേശങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന്. അതെനിക്കൊന്ന് ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കത് വിശ്വസിക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. ഞാൻ അമ്മയോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്ക് തരണമെന്ന്. അങ്ങനെയാണ് എനിക്ക് കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാൻ പോകണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായത്. ഞാനത് എവിടെയാണ് എനിക്ക് ഈ കോഴ്സ് നടത്തുന്നതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ കോഴിക്കോട് അപ്പുറേ കൊളത്തുവയൽ എന്നൊരു ധ്യാന കേന്ദ്രത്തിൽ MSMI സിസ്റ്റേഴ്സ് നടത്തുന്ന ധ്യാന കേന്ദ്രം, അവിടെ ഒരു 15 ദിവസത്തെ കൗൺസിലിംഗ് കോഴ്സ് നടത്തുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള വിവരമാണ് എനിക്ക് ലഭിച്ചത്. സാധാരണ അവിടെ വൈദികർക്കും സിസ്റ്റേഴ്സിനുമാണ് കൂടുതൽ കൊടുക്കുന്നത്. അൽമായർക്ക് 8-10 പേർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളൂ, കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിരാശപ്പെട്ടില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൗൺസിലിംഗ് കോഴ്സിന് ഞാനൊരു അപേക്ഷയും വെച്ചു. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, എനിക്കതിന് സെലക്ഷൻ കിട്ടി. ഞാൻ ആ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒത്തിരിയേറെ ധ്യാനഗുരുക്കന്മാരും വലിയ വചനപ്രഘോഷകരായ സിസ്റ്റേഴ്സും ഒക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. ഞാൻ അവിടെ ഒന്നുമല്ലാന്ന് എനിക്കൊരു ബോധ്യം എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ നിരാശപ്പെട്ടില്ല. ഞാൻ ശക്തമായിട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം കൗൺസിലിംഗ് കോഴ്സിൻ്റെ ടെസ്റ്റ് നടക്കുന്ന സമയമുണ്ട്. അപ്പോൾ അത് ഗിഫ്റ്റഡ് സർട്ടിഫിക്കറ്റ് അല്ലാതെ നോർമൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ 2 സർട്ടിഫിക്കറ്റുകളാണെന്ന് കൊടുത്തിരുന്നത്. അപ്പം സന്ദേശങ്ങൾ വ്യക്തമായിട്ട് എടുത്തു കൊടുക്കുന്നവർക്ക് മാത്രമാണ് ഗിഫ്റ്റഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പം ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുട്ട് മാത്രമേ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. എനിക്ക് ഒരടയാളവും എൻ്റെ കണ്ണിൽ പെടുമായിരുന്നില്ല. ഞാൻ ഒത്തിരി നിരാശപ്പെട്ടു. അവിടെ സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, ശക്തമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മ സഹായിക്കുമെന്ന്. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ടും അവിടെയുള്ള പലർക്കും സന്ദേശങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് മാത്രം കിട്ടുന്നില്ല. അപ്പം ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചു. അവളോട് പറഞ്ഞു, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, എനിക്കൊരു സന്ദേശവും കിട്ടുന്നില്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവൾ അവിടെ മുറ്റത്ത് മിറ്റിൽ വിരിച്ച മുറ്റമായിരുന്നു. ആ മുറ്റത്ത് ചെരുപ്പിടാതെ അവൾ ആ ദിവസങ്ങൾ മുഴുവൻ ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് സന്ദേശങ്ങൾ ലഭിക്കാൻ തുടങ്ങി. അവസാനം പരീക്ഷയിൽ എനിക്ക് ഗിഫ്റ്റഡായിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ കർത്താവ് തരുന്ന ആ വലിയൊരു കൃപയാണത്. പരിശുദ്ധ അമ്മയിലൂടെയാണ് എനിക്കത് ലഭിച്ചത്. ഈ സന്ദേശങ്ങളെല്ലാം സത്യമാണെന്നും അത് പരിശുദ്ധാത്മാവ് തരുന്നതാണെന്നുമുള്ള ഉത്തമ ബോധ്യം അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ അമ്മ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ സഹനങ്ങളുടെ നാളുകളിലെല്ലാം മരിച്ചുപോയ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ സഹനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. ഒരിക്കലും എൻ്റെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ ഒരു വൈദികൻ, അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്തോ അദ്ദേഹത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ കുഞ്ഞിനെ മടിയിൽ വെച്ച് ഞങ്ങൾക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇരിക്കുന്ന ചുറ്റുപാട് മുഴുവൻ നല്ല മുല്ലപ്പൂവിൻ്റെ ഗന്ധം നിറഞ്ഞു. ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ആത്മാവ് എൻ്റെ അടുത്തേക്ക് വന്നതായിരിക്കും. ഞാൻ അങ്ങനെയാണ് വിശ്വസിച്ചത്. ഉടനെ വലിയ താമസിയാതെ തന്നെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ എനിക്കൊരു ധ്യാനം കൂടാൻ അവസരമുണ്ടായി. ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കൗൺസിലർ എന്നോട് ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ മണം ലഭിച്ചത് എന്ന്. അപ്പം ഞാൻ ഈ സംഭവം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ആത്മാവ് എൻ്റെ അടുത്തേക്ക് വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ ആത്മാവല്ല, പരിശുദ്ധ അമ്മ തൻ്റെ സാന്നിധ്യം നിങ്ങളെ അറിയിച്ചു തന്നതാണ്. അമ്മയ്ക്കെപ്പോഴും ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ സഹനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അമ്മ അത് ആഗ്രഹിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് നടക്കുന്ന ആത്മാക്കൾക്ക് എത്രയും പെട്ടെന്ന് മോക്ഷം കിട്ടി സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് അമ്മ ആഗ്രഹിക്കുക. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണമെന്നൊരു വലിയൊരു സന്ദേശം എനിക്ക് ലഭിച്ചു. അന്നു മുതൽ ഞാൻ എൻ്റെ സഹനങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്കൊക്കെ വേണ്ടി എൻ്റെ സഹനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണെന്ന് എനിക്കിപ്പോൾ അമ്മ ബോധ്യപ്പെടുത്തി തന്നു.